ഹായ്, എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നു. കഴിഞ്ഞ സൺഡേ ആണ് നമ്മൾ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തത് യൂട്യൂബ് ചാനലിൽ. ഇതിപ്പോൾ നാളെയാണ് അടുത്ത ഞായറാഴ്ച. നാളെ നമ്മൾ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പേ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പ്രെയർ ആയിരുന്നു എൻ്റെ ടോപ്പിക്ക്. ആക്ച്വലി ഓഡിയോ കുറച്ചൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം മൊബൈലിലെ മൈക്ക് ഉപയോഗിച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആക്ച്വലി കുറേ പേര് എന്നെ വിളിച്ചു പറഞ്ഞു, ക്യാൻ യു ടേക്ക് ഇറ്റ് ഫോർ എന്നത്, ഒരെണ്ണം കൂടി എടുക്കാവോ, ഒരു വീഡിയോ കൂടി ചെയ്യാവോ എന്ന് ചോദിച്ച കാരണം മാത്രം ഞാൻ ഒന്നുകൂടി ആ സബ്ജക്റ്റ് എടുക്കുകയാണ്. എന്തായാലും നാളെ ഞാൻ എൻ്റെ ഇത് രണ്ടും മിക്കവാറും നാളെ എനിക്ക് പോസ്റ്റ് ചെയ്യണം. അടുത്ത ടോപ്പിക്കും നാളെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ബൈ ദ ബൈ, എൻ്റെ പേര് കൃഷ്ണകുമാർ. ലൈഫ് ചേഞ്ചിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. മോട്ടിവേഷൻ സ്പീക്കറാണ്, ഒരു ഓൺടർപ്രണറാണ്. ബൈ പ്രൊഫഷൻ ഒരു എഞ്ചിനീയറുമാണ്, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയർ. അപ്പോൾ കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് പ്രെയർ അത് എങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് പ്രെയറിനെ നമുക്ക് കൊണ്ടുവരണം എന്നുള്ളത് ടോപ്പിക്കായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. സോ ഇറ്റ് വിൽ ബി എ റിപ്പീറ്റേഷൻ, സോറി. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ എപ്പോഴും അവലോകനം ചെയ്യുക. നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതമാണല്ലോ. ലൈഫ് ഈസ് എ ബിഗ് യൂണിവേഴ്സിറ്റി. ആക്ച്വലി ലൈഫ് ഈസ് എ റോളർ കോസ്റ്റർ. ഇറ്റ്സ് ലൈക്ക് എ റോളർ കോസ്റ്റർ അറിയാലോ. വാട്ടർ തീം പാർക്കിൽ അല്ലെങ്കിൽ പ്ലേ സോണിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ റോളർ കോസ്റ്റർ കാണും. അതിൽ കയറി കഴിഞ്ഞാൽ മുകളിൽ പോയി താഴെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഞാൻ ഒരിക്കലും അതിൽ 8 വർഷം മുമ്പ് ചെന്നൈയിൽ അതിന് പോകാൻ ഇട വന്നു. ഞാൻ പേടിച്ചു പോയി, കുറേ ശബ്ദം ഉണ്ടാക്കി പേടി മാറാൻ. പലരും പോയി കാണും അതിൻ്റെ ഉയർച്ചയും താഴ്ചയും ഒക്കെ. ജീവിതം ആക്ച്വലി അതുപോലെ തന്നെ അല്ലേ? ഉയർച്ചയും താഴ്ചയും നിറഞ്ഞതല്ലേ ജീവിതം? എപ്പോഴും ഉയർച്ച ആയിരിക്കില്ലല്ലോ, ഇടയ്ക്ക് താഴ്ചയും വരും. അപ്സ് ആൻഡ് ഡൗൺസ് ആർ ദർ ഇൻ അവർ ലൈഫ്. പലപ്പോഴും നമ്മൾ അപ്സ് ആൻഡ് ഡൗൺസിൽ നമ്മൾ പോകുമ്പോൾ, ഉയർച്ചയിൽ പോകുമ്പോൾ നമ്മൾ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യും. പക്ഷേ താഴ്ചയിൽ വരുമ്പോൾ നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡായിരിക്കും. പല ആൾക്കാരും വിഷമിക്കുന്നത് കാണാം, അല്ലേ? നിങ്ങൾക്ക് അനുഭവമില്ലേ? 95% ആൾക്കാർക്കും ആ അനുഭവമുണ്ട്. ഞാനും അതിൽ പെട്ട ഒരാൾ തന്നെയാണ്. ഐ ഓൾസോ സംടൈംസ് യൂസ് ടു ഫീൽ ദാറ്റ്. അപ്പൊ സത്യം പറഞ്ഞാൽ ആക്ച്വലി ഉയർച്ചയിൽ പോകുമ്പോൾ സന്തോഷവും താഴ്ചയിൽ വരുമ്പോൾ സങ്കടവും വിഷമങ്ങളും വരുന്ന പല സിറ്റുവേഷൻസും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, ഈ യൂണിവേഴ്സ് സുന്ദരമായ യൂണിവേഴ്സാണ് അല്ലേ? നമ്മൾ വിശ്വസിക്കുന്ന ദൈവം. പല ആൾക്കാരും ഉണ്ടല്ലേ, നമ്മുടെ ലോകത്ത് പല ആൾക്കാരുണ്ട്, പല ഇതിലും വിശ്വസിക്കുന്ന ആൾക്കാർ. ഹിന്ദു സമുദായക്കാരുണ്ട്, മുസ്ലിം സമുദായക്കാരുണ്ട്, ക്രിസ്ത്യൻ സമുദായക്കാരുണ്ട്, സിഖ് സമുദായക്കാരുണ്ട്. പല സമുദായക്കാരും നമുക്ക് കാണാൻ പറ്റും. അവരൊക്കെ അവരുടെ വിശ്വാസത്തിലുള്ള ദൈവത്തിനെയാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സുപ്രീം യൂണിവേഴ്സ് അതൊരു ശക്തി തന്നെയാണ്. ഈ സുന്ദരമായ ഒരു യൂണിവേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നിരിക്കുന്ന യൂണിവേഴ്സിന്റെ ശക്തിയെ നമ്മൾ ലഭിച്ചേ പറ്റും. അവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മളെ ഇങ്ങോട്ട് വിടുമ്പോൾ ആക്ച്വലി എന്താണ്, നമ്മളെ വി ആർ ബോൺ ടു വിൻ. ജയിക്കാനാണ് നമ്മൾ ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് നമ്മളെ വിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ പല പ്രവൃത്തികളും ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ശരിയാവില്ല, ചില കാര്യങ്ങൾ ശരിയാവും. നമ്മൾ അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും താഴ്ചകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ വരുന്നത്. നമ്മൾ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടാവും, അല്ലേ? നമ്മളെന്തായാലും നമ്മൾ വളരെ നമ്മുടെ അച്ഛനമ്മയും നമുക്ക് ഈ ജന്മം നൽകിയതിന് ഒരു നന്ദി പറഞ്ഞേ പറ്റൂ, അല്ലേ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കാറ്? എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രാർത്ഥനാ സെഷൻ എടുത്തത്? 15-16 വർഷം മുമ്പ് ഞാൻ ഇതുപോലൊരു ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം, അന്ന് പ്രെയറായിരുന്നു അന്നത്തെ ടോപ്പിക്ക്. ഞാനും ആലോചിച്ചു, പ്രെയറിന് ഒരു മോട്ടിവേഷൻ വേണം. പക്ഷെ അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, വളരെയധികം മാറേണ്ട കാര്യങ്ങൾ അതിൽ പറഞ്ഞു തന്നു. ആക്ച്വലി ഞാനത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. ലാസ്റ്റ് 16 years I used to practice this. കാരണം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ടീച്ചറായിട്ടല്ല. ടീച്ചർ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാനല്ല. ഞാൻ ആക്ച്വലി ഇത് അപ്ലൈ ചെയ്യണം. എൻ്റെ മനസ്സുകൊണ്ട് ഞാനിത് ആക്സെപ്റ്റ് ചെയ്യണം, ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യണം, ഞാനത് ഏറ്റെടുക്കണം. എന്നാലേ എന്നിൽ മാറ്റം വരുള്ളൂ. അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
അത് നിങ്ങൾക്കും കൂടി പ്രയോജനപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം? ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയാണ്, കൃഷ്ണകുമാർ എന്നാണുള്ള പേര്. ഞാൻ അമ്പലത്തിലാണ് പോകാറ്. അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കും, ദൈവമേ, പ്രശ്നങ്ങൾ വരുമ്പോഴാട്ടോ കൂടുതൽ അമ്പലത്തിൽ പോവുക. അപ്പം ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ, എനിക്ക് ആരോഗ്യം ഒന്നുമില്ല, എനിക്ക് വിഷമങ്ങളാണ്, എനിക്ക് പ്രശ്നങ്ങളാണ്, എനിക്ക് മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല, ഞാൻ ചെയ്യുന്നതൊന്നും ശരിയാവുന്നില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനോട്. ആക്ച്വലി ഒന്ന് ആലോചിച്ച് നോക്കി, ദൈവം, ഈ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്, ജനസംഖ്യയൊക്കെ കൂടിക്കഴിഞ്ഞു. ദൈവം ഒരു സെക്രട്ടറിയെ വെച്ചിരിക്കുക കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട്. അപ്പോൾ ദൈവം നമ്മളിങ്ങനെ വിളിച്ചു പോകുമ്പോൾ ദൈവം സെക്രട്ടറിയോട് ചോദിക്കും, ആരാണ് വിളിച്ചു പോകുന്നത് എന്ന്. സെക്രട്ടറി ഒരു കൃഷ്ണകുമാറാണ്. എന്താ അയാളുടെ പ്രശ്നം? അയാൾക്ക് മൊത്തം പ്രശ്നമാണ്. അയാൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, പൈസ ശരിക്കും കിട്ടുന്നില്ല, ചെയ്യുന്ന പ്രവൃത്തിയൊന്നും ശരിയാവുന്നില്ല. അദ്ദേഹത്തിന് ആകെ കൺഫ്യൂഷനാണ്. ഓ, അത് ശരി, ദൈവം ഒന്ന് ആലോചിച്ചു. ദൈവം ആലോചിച്ചിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്തറിയോ? നമുക്ക് വരമൊക്കെ തരും, പക്ഷെ ഒറ്റ കാര്യം പറയുള്ളൂ, കുറെ കാര്യങ്ങളൊന്നും പറയില്ല. തഥാസ്തു, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പൊ എന്താണ് അന്നത്തെ സ്പീക്കർ പറഞ്ഞു, നമ്മള് പോയി പ്രാർത്ഥിക്കുമ്പോ, ദൈവമേ, എനിക്കൊരു കാല് വയ്യ, എൻ്റെ കാല് ഭയങ്കര പ്രശ്നമാണെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് തഥാസ്തു കിട്ടുമ്പോൾ എന്താ സംഭവിക്കാറിയോ? അടുത്ത കാലും കൂടി വേദന തുടങ്ങും. അപ്പൊ അതാണോ വേണ്ടത്? അന്ന് എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നമുക്കൊരു പോസിറ്റീവ് വേ ആയിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു അന്ന് പറഞ്ഞു തന്നത്. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി പറയാം. എപ്പോ നന്ദി പറയണം? നമുക്ക് വിഷമമുള്ളപ്പോൾ പോലും പറയേണ്ടത് നന്ദിയാണ്. ദൈവമേ, എനിക്ക് ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും തന്നതിന് നന്ദി. എപ്പോ പറയും? എല്ലാം ഉള്ളപ്പോഴല്ല. എല്ലാം ഉള്ളപ്പോൾ പറയാൻ നമ്മൾ മിടുക്കലാണ്. എല്ലാം ഉള്ളപ്പോഴല്ല, ഇതൊന്നും ഇല്ലാത്തപ്പോഴും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതൊരു വല്ലാത്തൊരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴാണ് തഥാസ്തു. നാളെയോ മറ്റന്നാളോ അതിന്റെ പിറ്റേ ദിവസമോ നമുക്ക് എല്ലാ മിറക്കിളും നടക്കണമെന്നില്ല. ബട്ട് വൺ ഡേ യു ക്യാൻ സീ സം മിറക്കിൾസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. സക്സസ് വിൽ കം ഓൺ യുവർ വേ. അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചേഞ്ച് എപ്പോഴും പ്രശ്നമാണ്, അല്ലേ? ചേഞ്ച് എല്ലാവരും മാറണം എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും ആ കംഫർട്ട് സോണിൽ പോയിട്ട് ചേഞ്ചിനോട് റെഡിയാവില്ല. എന്താണ് ചേഞ്ച്? സി സ്റ്റാൻഡ്സ് ഫോർ ക്യാരക്ടർ, എച്ച് സ്റ്റാൻഡ്സ് ഫോർ ഹാബിറ്റ്, എ സ്റ്റാൻഡ്സ് ഫോർ ആറ്റിറ്റ്യൂഡ്, എൻ സ്റ്റാൻഡ്സ് ഫോർ നോംസ്, ജി സ്റ്റാൻഡ്സ് ഫോർ ഗോൾ ആൻഡ് ഇ സ്റ്റാൻഡ്സ് ഫോർ എഫേർട്ട്. ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ തയ്യാറാവണം. പലരും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും കേട്ടോ, ഞാൻ ചേഞ്ച് ചെയ്യുന്നതോടല്ല പറഞ്ഞത്. ഇത് മാറാൻ തയ്യാറായെങ്കിൽ, നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ, ദൈവത്തിനോട് നന്ദി പറയുകയാണെങ്കിൽ, ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഷുവർ വി ക്യാൻ സീ മിറക്കിൾസ് ഇൻ അവർ ലൈഫ്. ഇന്ന് ആ വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തു. ആക്ച്വലി ഇന്ന് ഞാൻ ഔട്ട്ഡോറിലാണ്, അന്ന് ഇൻഡോറിലായിരുന്നു, ഇന്ന് ഔട്ട്ഡോറിലാണ്. ഔട്ട്ഡോറിലൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേറൊരു സബ്ജക്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാളെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് എല്ലാ ഞായറാഴ്ചയും ആദ്യത്തെ 2-3 മാസം എല്ലാ ഞായറാഴ്ചയും പോസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ വീക്ക്ലി ട്വൈസ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനാണ് എൻ്റെ മനസ്സിലുള്ളത്. ഹോപ്പ് യു ഓൾ സപ്പോർട്ട് മീ. എല്ലാവരും വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. ടുഡേ ഈസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ഡേ ഫോർ യു ഓൾ, നോട്ട് ഓൺലി ടുഡേ, coming days. So take care. Bye bye.